ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ജോസഫ് മരിയ മിങ്കേല വളരെ പ്രശസ്തനായ അർജന്റീൻ ഏജന്റാണ് ഇദ്ദേഹം. ലയണൽ മെസ്സി, ഡിയഗോ മറഡോണ തുടങ്ങിയ പ്രശസ്തരായ വ്യക്തികളെ FC ബാഴ്സലോണയിൽ എത്തിച്ചിട്ടുള്ള ഒരു ഏജന്റാണ് ജോസഫ് മരിയ മിങ്കേല. അദ്ദേഹം 2023 നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായിട്ടുണ്ട്. അദ്ദേഹം 2023 നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഞാൻ ഹൂലിയൻ ആൽവരസിനെ FC ബാഴ്സലോണക്ക് ഓഫർ ചെയ്തിരുന്നു. 20 മില്യൺ യൂറോക്ക് ഈ താരത്തെ അഥവാ ഹൂലിയൻ ആൽവരസിനെ സൈൻ ചെയ്യാനുള്ള അവസരം ബാഴ്സലോണക്കുണ്ടായിരുന്നു. ഞാൻ ഓഫർ ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു ഓഫർ ബാഴ്സലോണ നിരസിച്ചു. എന്നിട്ട് ഫെറാൻ ടോറസിനെ അവർ സൈൻ ചെയ്തു. 60 മില്യൺ യൂറോക്കാണ് ഫെറാൻ ടോറസിനെ അവർ സൈൻ ചെയ്തത്. ഇതാണ് 2023 ഈ ഏജന്റ് നടത്തിയ സ്റ്റേറ്റ്മെന്റ്. ഇതിപ്പോൾ വലിയ ചർച്ചയാവാൻ കാരണം ഫെറാൻ ടോറസിനെ ബാഴ്സ കൈവിടുകയും ചെയ്തു. വലിയ തുക ചിലവഴിച്ചുകൊണ്ട് ഹൂലിയൻ ആൽവരസിനെ ബാഴ്സ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ്. അതായത് 2022 ഹൂലിയൻ ആൽവരസിനെ കേവലം 20 മില്യൺ യൂറോക്ക് ബാഴ്സക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ അന്ന് ഫെറാൻ ടോറസിന് 60 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും FC ബാഴ്സലോണ കൊണ്ടുവന്നത്. അന്ന് ഹൂലിയൻ ആൽവരസിനെ എടുത്തിരുന്നുവെങ്കിൽ കഥയെല്ലാം മാറിമറിഞ്ഞേനെ. ഇന്നിപ്പോൾ ഹൂലിയൻ ആൽവരസിനെ സ്വന്തമാക്കണമെങ്കിൽ അത്ലറ്റിക്കോ ആവശ്യപ്പെടുന്ന ഒരു വലിയ തുക അവർക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ്. റിവർ പ്ലേറ്റിൽ കളിച്ചിരുന്ന സമയത്ത് തന്നെ ഹൂലിയൻ ആൽവരസിന് ബാഴ്സയിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ബാഴ്സ അന്ന് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് കേവലം ചെറിയ തുകക്ക് അഥവാ 21 മില്യൺ യൂറോക്ക് ഈ താരത്തെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത്. അന്ന് തന്നെ ബാഴ്സക്ക് ഈ താരത്തെ സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. അത് ഇപ്പോഴും ബാഴ്സക്ക് വലിയ ഒരു ഖേദമായി കൊണ്ട് തുടരുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.